അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 33. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين صدق الله العلي العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ കാഫിറൂനയാണ്. ഈ അദ്ധ്യായം അവതരിക്കാനുണ്ടായ പശ്ചാത്തലം, ശത്രുക്കൾ പരമാവധി മുത്തുനബിയെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് റബ്ബർ ബന്ദ് പോലെ താഴോട്ടടിക്കും തോറും മേലോട്ട് തുള്ളുകയാണ്. അവസാനം പരാജയം സമ്മതിച്ച് അവരൊരു പുതിയ മുഖവുമായി മുത്തുനബിയെ സമീപിക്കുകയാണ്. മുഹമ്മദെ, നമ്മൾ പരസ്പരം ഇങ്ങനെ കൊമ്പ് കോർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ വിമർശിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു പൊതുധാരണയോടുകൂടെ ഒത്തുതീർപ്പോടുകൂടെ മുന്നോട്ട് പോകാം. ഒരു കൊല്ലം ഞങ്ങൾ നീ പറയുന്ന ഏകദൈവത്തെ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അടുത്ത കൊല്ലം ഞങ്ങൾ പറയുന്ന ബഹുദൈവാരാധനയിലേക്ക് നീയും വരിക. ഇതൊരു ഒത്തുതീർപ്പാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അറത്തു മുറിച്ച് മുത്തുനബി പറഞ്ഞു, ഇല്ല, എൻ്റെ റബ്ബിനോടൊപ്പം, അള്ളാഹുവിനോടൊപ്പം, ഏകനായ ഇലാഹിനോടൊപ്പം ഞാൻ ഒരാളെയും ഒരര ദൈവത്തെപ്പോലും ആരാധിക്കാൻ തയ്യാറല്ല. അപ്പോഴാണ് അല്ലാഹു തആല നിലപാട് വ്യക്തമാക്കാൻ വ്യക്തമായ ഭാഷയിൽ ആയത്തിറക്കുന്നത്. ഖുൽ, നബിയെ തങ്ങൾ ഉറക്കെ പറയണം. തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, ആരെയും പേടിക്കേണ്ടതില്ല, ഉറക്കെ പറഞ്ഞോളൂ. യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ, ഞാൻ വിശ്വസിച്ചതിനെ അവിശ്വസിച്ചവരെ. ഇതാണ് കാഫിർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സത്യത്തെ നിഷേധിച്ചവരെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ, നിങ്ങൾ പറയുന്ന ബഹുദൈവങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുകയുമില്ല. അതാണ് ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നുമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്നല്ല, ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നതല്ല. അത് വെറുതെ പറയുകയാണ്. ആ ഒത്തുതീർപ്പ് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ ആരാധിക്കുന്ന ഏകദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. വലാ അന ആബിദും മാ അബദ്തും എന്നല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആരാധിക്കുന്ന കാര്യത്തിലല്ല നിങ്ങൾക്ക് പ്രതീക്ഷക്കുറവ് വേണ്ടത്. ഞാൻ ആരാധിക്കില്ലെന്ന് പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കില്ലെന്ന് പറഞ്ഞത് ഒരു വെറും വാക്കല്ല. കാരണം ഇപ്പോൾ എനിക്ക് 40 തികഞ്ഞു. അള്ളാഹുവിൻ്റെ 100 നുബുവത്ത് എനിക്ക് ലഭിച്ചു. അള്ളാഹുവിൻ്റെ 100 പ്രകാശം എനിക്ക് ലഭിച്ചു, ഖുർആൻ എനിക്ക് ലഭിച്ചു. എന്നിട്ട് ഇനിയും ഞാൻ ബഹുദൈവങ്ങളെ ആരാധിക്കുകയോ? വലാ അന ആബിദുൻ, ഞാൻ മുമ്പൊരിക്കലും ആരാധിച്ചവനല്ല. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തും ഞാൻ നിങ്ങൾ ആരാധിച്ചതിനെയൊന്നും ആരാധിച്ചിട്ടില്ല എന്നർത്ഥം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങളും ആരാധിച്ചിട്ടില്ല ഇന്നുവരെ. മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രസന്റ് ടെൻസിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും വർത്തമാന ഭാവി കാലങ്ങളിൽ ഞാൻ നിങ്ങളെ ആരാധിക്കുന്നതിന് ആരാധിക്കില്ല, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെയും ആരാധിക്കില്ല. ഇതാണ് ആദ്യം പറഞ്ഞ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. എങ്കിൽ അടുത്തത് വലാ അന ആബിദും മാ അബദ്തും, ഇതുവരെ മുമ്പൊരിക്കലും ഞാൻ നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ ആരാധിച്ചിട്ടും ഇല്ല. നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ, അവിടെ മാ തഅ്ബുദൂൻ എന്നല്ല, മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ എന്നാ പറഞ്ഞു. കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിരുന്ന പല വിഗ്രഹങ്ങളും ആ വിഗ്രഹങ്ങളുടെ നാമങ്ങൾ മാറി. ലാത്തയാണെങ്കിൽ മറ്റൊരിക്കൽ ഉസ്സ, മറ്റൊരിക്കൽ മനാത്ത, മറ്റു പലപ്പോഴും മറ്റു പല മുട്ടികളും മരങ്ങളും ശക്തികളും, ഇതിനെയൊക്കെയാണ് നിങ്ങൾ ആരാധിച്ചത്. പക്ഷേ എനിക്കൊന്നും ഒരേ നിലപാടേ ഉള്ളൂ. വലാം തുമാബിദൂൻ, നിങ്ങളും ആരാധിച്ചിട്ടില്ല ഇന്നുവരെ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. മാ അബദ്തു എന്നല്ല, ഞാൻ ആരാധിച്ചതിനെ എന്നല്ല. കാരണം ഞാൻ ആരാധിച്ചതെന്ന് പറയാൻ
മറ്റൊന്നില്ലായിരുന്നു. ഞാൻ അന്നും ഇന്നും എന്നും ആരാധിക്കുന്നത് ഒരേ ഒരു ശക്തിയെയാണ്. അതാണ് മാ അഅ്ബുദ്. അവിടെ ശൈലി മാറ്റിയില്ല. വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് കരുതി ഇത്ര ശക്തമായ ഭാഷയിൽ അറുത്തുമുറിച്ച് പറയുമ്പോൾ ഇതെന്താണ് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവാത്തത്? പരസ്പരം രക്തം ചിന്തണമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? ഈ അക്രമവും ഈ സ്പർദ്ധയും നിലനിർത്തണമെന്നാണോ പറയുന്നത്? മുത്തുനബി ഉടനെ തന്നെ പറയുന്നു, ഈ ആരാധനാ സ്വാതന്ത്ര്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, വിളംബരം ചെയ്തതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ എന്തിന് കഴുത്തറുക്കണം? എന്തിനൊരാളൊരാളെ ചീത്ത പറയണം? എന്തിന് പരസ്പരം തമ്മിലടിക്കണം? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ മതമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. സ്വതന്ത്രമായി ഇരുകൂട്ടർക്കും അവരുടെ മതവിശ്വാസമനുസരിച്ച് മുന്നോട്ട് പോകാം. ആർക്കും ആരുടെയും മതങ്ങളിൽ കൈകടത്തേണ്ട കാര്യമില്ല. അതേസമയം മനുഷ്യത്വപരമായ സൗഹാർദ്ദങ്ങൾക്ക് ഇതൊന്നും തടസ്സമല്ല. നമുക്ക് മനുഷ്യത്വപരമായ സൗഹാർദ്ദങ്ങളിലൂടെ മുന്നോട്ട് പോകാം. അതേസമയം ഹക്കും ബാത്തിലും കൂട്ടിക്കെട്ടിയിട്ട് കള്ളനും പോലീസും പരസ്പരം തോളിൽ കൈയിട്ട് പിടിച്ചതുകൊണ്ട് നാട്ടിൽ സൗഹൃദമുണ്ടാവുകയില്ല, നാട്ടിൽ സമാധാനമുണ്ടാവുകയില്ല. അത് വെറുതെ തോന്നുകയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. നമ്മൾ എന്തിന് പരസ്പരം കൊമ്പുകോർക്കണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യായത്തിലൂടെ മുസ്ലിമീങ്ങളുടെ ആദർശ തീവ്രതയാണ് വിളിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല. ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാതിരുന്നാൽ മതി. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രോമത്തെപ്പോലും ദ്രോഹിക്കാൻ അങ്ങോട്ട് തിരിച്ചു വരില്ല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.